പാഠം 489. ഒട്ടും ചെറുതല്ലാത്ത ചില കാര്യങ്ങൾ. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. നമസ്കാരം സാർ. ഞാൻ അതുവഴി വരണമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ മാസം കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ നടന്നില്ല. ഈ മാസം പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ശരി സാർ. സഹകരണ ബാങ്കിലെ സെക്രട്ടറി. എല്ലാ മാസവും 25,000 രൂപയെങ്കിലും ബാങ്കിൽ ഇടുന്നതല്ലേ? കഴിഞ്ഞ മാസം ഒറ്റ പൈസ ഇട്ടിട്ടില്ല. എന്ത് പറ്റിയെന്ന് അറിയാൻ വിളിച്ചാ? ഇത്ര ഉണ്ടായിരുന്നല്ലോ കാര്യം. സത്യം പറഞ്ഞാലേ ആ സെക്രട്ടറിയോട് നല്ലോണം പറയാ ചെയ്യേണ്ടത്. അയാൾ ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അയാൾക്ക് കൊടുക്കാനുള്ള പൈസ ആണെന്ന് തോന്നൂലോ. ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തവരെ വിളിക്കുന്നത് പോലെ ഇങ്ങോട്ട് വിളിക്കരുത് എന്ന് മോഹനേട്ട പറയണം. അതല്ലല്ലോ ഭാമേ. എല്ലാ മാസവും പണം നിക്ഷേപിക്കുന്ന ഒരാൾ ഒരു തവണ ചെല്ലാതിരിക്കുമ്പോൾ അവൻ അന്വേഷിക്കും. അത്രേ ഉള്ളൂ. കഴിഞ്ഞ മാസം കാശിടാൻ പറ്റാത്ത എന്താണെന്ന് ചിന്തിച്ചോ? കഴിഞ്ഞ മാസം എന്റെ ശമ്പളം മാത്രമായിരുന്നു വരുമാനം. നിനക്കാകെ കിട്ടിയ 4,000 രൂപ. അതുകൊണ്ടാണ് പണം ഉണ്ടാകാതെ പോയത്. അതിന് മുന്നത്തെ മാസം 40,000 രൂപ ഞാൻ ഉണ്ടാക്കിയിരുന്നല്ലോ. വക്കീലന്മാരാകുമ്പോ ചില സമയത്ത് കുറച്ച് കേസ് കുറവായിരിക്കും. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോ വക്കീലന്മാരും സർക്കാർ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള വ്യത്യാസം? എനിക്ക് എല്ലാ മാസവും കൃത്യമായി ശമ്പളം കിട്ടും. നിനക്ക് കേസ് ഉണ്ടെങ്കിൽ കിട്ടും. പക്ഷേ മോഹനേട്ടന് എല്ലാ മാസവും 24,000 രൂപയെ കിട്ടുള്ളൂ. എനിക്ക് ചിലപ്പോ 50,000 രൂപ വരെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതോ? പക്ഷെ നിനക്ക് എത്ര ഇട്ടിട്ട് എന്താ കാര്യം? നിന്റെ ചെലവും അതുപോലെ കൂടുതലല്ലേ? ആ സ്കൂട്ടറിന് പെട്രോൾ അടിക്കാൻ വേണ്ടി എത്ര രൂപയാണ് മാസം ചെലവായി കളയുന്നത്? ഞാൻ രാവിലെയും വൈകിട്ടും നടന്നു പോകുന്നത് കൊണ്ട് ആ വകയിൽ പോലും ചെലവില്ല. സ്കൂട്ടറിന് പെട്രോൾ അടിക്കുന്നല്ലാത്ത വേറെ എന്ത് ചെലവാ എനിക്കുള്ളത്? ഒരു പൈസ പോലും ഞാൻ വെറുതെ കളയുന്നില്ല. വെറുതെ രാവിലെ വഴക്കിന് കാരണം ഉണ്ടാക്കാതെ ആഫീസിൽ പോകാൻ നോക്ക്. അല്ല പിന്നെ ലോട്ടറി. ഇതെന്താണ്? ലോട്ടറി. ഇതെവിടെന്നാണ് ഞാൻ വാങ്ങിയത്. എന്തിന്? എന്തിനാ സാധാരണ ലോട്ടറി അടിക്കുന്നത്? ഇതിന് എത്ര രൂപയാണ് വില? 50 രൂപ. 50 രൂപ? ഒരു ആവശ്യവുമില്ലാതെ 50 രൂപ കളയുക വെച്ചാല്? നീയല്ലേ പറഞ്ഞത് വണ്ടിക്ക് പെട്രോൾ അടിക്കുന്ന അല്ലാതെ വേറെ 1 രൂപ പോലും നീ ചെലവാക്കാറില്ല എന്ന്? അപ്പൊ ഇതോ? എന്റെ മോഹനേട്ടാ, ഇത് ഒരു ലോട്ടറി അല്ലേ? അതിന്റെ പേരിൽ ഇത്രമാത്രം ബഹളം വെക്കേണ്ട കാര്യമുണ്ടോ? ഭാമേ, ഈ ലോട്ടറി എന്ന് പറയുന്നത് പച്ച മലയാളത്തിൽ ചൂതാണ്. ചൂത് എന്ന് പറയുന്നത് സമൂഹത്തെ നശിപ്പിക്കുന്ന ഒരു കാര്യവും. ഈ ലോട്ടറി നടത്തുന്നതേ മോഹനേട്ടന്റെ കേരള സർക്കാരാ. സമൂഹത്തെ നശിപ്പിക്കാൻ ഒരു സർക്കാർ തന്നെ തീരുമാനിച്ച പിന്നെ ഞാൻ ചെയ്യാനാണ്. കേരളത്തിൽ മദ്യം വിൽക്കുന്നത് സർക്കാരാണ്. വിൽക്കുന്നത് സർക്കാരല്ലേ എന്ന് കണ്ടിട്ട് ഞാൻ മൂക്കറ്റം കുടിച്ചിട്ട് വന്നാൽ നീ സമ്മതിക്കോ? ഭാമേ, ഇത്തരം തെറ്റായ പ്രവണതകൾ ആര് ചെയ്താലും അത് സർക്കാർ തന്നെ ആയാലും അതിനെ പ്രോത്സാഹിപ്പിക്കരുത്. കൊള്ളാം. സർക്കാർ ശമ്പളം വാങ്ങുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെ സർക്കാർ നടത്തുന്ന ലോട്ടറിക്കെതിരെ ബഹളം ഉണ്ടാക്കുന്നു. ഇത് സർക്കാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്റെ അവസ്ഥ എന്താവും? സർക്കാർ ലോട്ടറി വിൽപ്പന നടത്തണമെന്നല്ലോ ഞാൻ പറഞ്ഞത്. എന്റെ ഭാര്യ ഇമാതിരി ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്നാണ്. അധ്വാനിച്ചുണ്ടാക്കുന്ന 50 രൂപ വെറുതെ കളയാന്ന് വെച്ചാല്? ഭാമേ, ഒരു സമൂഹത്തിലെ എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാൻ പറ്റുന്ന സമ്പ്രദായത്തെയാണ് നമ്മൾ സോഷ്യലിസം എന്ന് പറയുന്നത്. ഇന്ത്യ സോഷ്യലിസത്തെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമായി കാണുന്ന ഒരു രാജ്യമാണ്. സോഷ്യലിസം ഉണ്ടാകണമെങ്കിൽ ഉള്ളവന്റെ കയ്യിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്ന സമ്പത്ത് ഇല്ലാത്തവർക്കും കിട്ടണം. പക്ഷേ ലോട്ടറി നേരെ തിരിച്ചാണ്. പലരുടെ കയ്യിലുള്ള സമ്പത്ത് ഒരാളുടെ കയ്യിൽ കുമിഞ്ഞുകൂടാനുള്ള അവസരം കൊടുക്കുകയാണ്. പിന്നെ എങ്ങനെ സോഷ്യലിസം ഉണ്ടാവും? സാറേ, എന്താ? ഉത്തമം വന്നു. ആരെങ്കിലും സോഷ്യലിസം പഠിപ്പിച്ചേ തീരുവെന്നാണെങ്കിൽ ഉത്തമനെ പഠിപ്പിക്കൂ. സാറേ, എനിക്ക് വേറെ ജോലിയുണ്ട്. പ്ലീസ്. കഷ്ടം. ഒരു ലോട്ടറി എടുത്തതിന്റെ പേരിൽ സോഷ്യലിസം ഒക്കെ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഷ്ടല്ലേ? നമസ്കാരം സാറേ. നമസ്കാരം. ഉത്തമന് സോഷ്യലിസത്തെ പറ്റി എന്താണ് അഭിപ്രായം? അതാരാണ് സാറേ? അതൊരാളല്ല,
ഒരാശയമാണ്. ഒരു രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒരുപോലെ ജീവിക്കാൻ പറ്റുന്ന സമ്പ്രദായമാണ് സോഷ്യലിസം. ഒരിക്കലും നടക്കാത്തൊരു ആശയമാണെന്ന് പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി. ഉത്തമൻ മഹാഭാരതം വായിച്ചിട്ടുണ്ടോ? ഇല്ല സാറേ. ഒന്നും വായിച്ചിട്ടില്ല. മഹാഭാരതത്തിൽ പാണ്ഡവരും കൗരവരും തമ്മിലുള്ള ഒരു ചൂതുകളിയെ പറ്റി പറയുന്നുണ്ട്. പാണ്ഡവ പക്ഷത്ത് നിന്ന് യുധിഷ്ഠിരനും കൗരവ പക്ഷത്ത് നിന്ന് ശകുനിയുമാണ് ചൂത് കളിച്ചത്. കളിച്ച് യുധിഷ്ഠിരന് ആദ്യം സമ്പത്ത് നഷ്ടപ്പെട്ടു, പിന്നെ രാജ്യവും, അത് കഴിഞ്ഞ് സഹോദരന്മാർ ഓരോരുത്തരും, ഒടുവിൽ സാക്ഷാൽ ദ്രൗപദിയും നഷ്ടപ്പെട്ടു. ചൂത് കളിച്ചാൽ എന്തുണ്ടാകുമെന്ന് മനസ്സിലായോ? നമസ്കാരം. ഇവിടെ ആര് സാറേ ചൂത് കളിച്ചത്? ഭാമ. ഉത്തമ, സത്യത്തിൽ ഈ ലോട്ടറി എന്ന് പറയുന്നത് ഒരു ചൂതുകളിയാണ്. ഇന്നലെ ലോട്ടറി എടുത്ത് ഭാമ നശിപ്പിച്ച് കളഞ്ഞത് 50 രൂപയാണ്. ഉത്തമ, ആ കാല് വയ്യാത്ത നാരായണൻകുട്ടിയെ കോടതിയുടെ മുന്നിൽ വെച്ച് കണ്ടു. ഒരു ലോട്ടറി എടുക്കുമ്പോ വക്കീലെന്ന് ചോദിച്ചു. വേണ്ടാന്ന് ഞാൻ ആദ്യം പറഞ്ഞതാണ്. പക്ഷെ മരുന്ന് മേടിക്കാൻ കാശില്ല, ബാക്കിയുള്ള ലോട്ടറി കൂടി വിറ്റാലേ പറ്റൂന്ന് നാരായണൻകുട്ടി പറഞ്ഞപ്പോ സഹതാപം തോന്നി ഞാനൊരു ലോട്ടറി എടുത്തു പോയതാണ്. മോഹനേട്ടൻ കാണാതെ ഞാൻ ഒളിപ്പിച്ചു വെച്ചതാ. എന്റെ ഗതികേടിന് അത് വില്ലേജ് ഓഫീസറെ കണ്ണിൽപ്പെട്ടു. അപ്പൊ തുടങ്ങിയതാണ് സാർ ഈ വഴക്ക്. വഴക്കുണ്ടാക്കുന്നത് വെറുതെ അല്ലല്ലോ, പിന്നെ ഇതിൽ കാര്യത്തിലായിരിക്കും. ആദ്യം ഒരു ലോട്ടറി എടുക്കും, അത് അടിക്കാതെ വരുമ്പോ അടുത്തത്. അങ്ങനെ ലോട്ടറി എടുത്ത് കുടുംബം നശിച്ചു പോയ എത്ര പേര് എനിക്കറിയാം. ഉത്തമന് നളനെയും ദമയന്തി അറിയുമോ? ലോട്ടറി എടുത്ത് കുടുംബം മുടിഞ്ഞ ആൾക്കാരാണ് അല്ലേ? ചൂതുകളി തന്നെ. സ്വന്തം സഹോദരനായ പുഷ്കരനുമായി ചൂത് കളിച്ച് നളന് രാജ്യവും നഷ്ടപ്പെട്ട് ഭാര്യയുമായി പിരിയേണ്ടിയും വന്നു. സാറേ, അതുപോലെയാണ് ഇത്. ഇതൊരു 50 രൂപയുടെ പ്രശ്നമല്ലേ ഉള്ളൂ. 50 രൂപ ചെറിയൊരു കാര്യമാണോ? അല്ല, 50 രൂപ എന്ന് പറഞ്ഞാൽ 1 കോടി രൂപയെക്കാട്ടിലും വലുതാ. വെറുതെ രാവിലെ വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നത് ആഫീസ് പോകാൻ നോക്കുമോനട്ടാ. ഉത്തമ, നമ്മുടേത് സോഷ്യലിസം പ്രഖ്യാപിത ലക്ഷ്യമാക്കിയ ഒരു രാജ്യമാണ്. സാറേ, ഞാൻ വന്നതേ പൗലോസിന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് എന്ന പ്രഖ്യാപിതമായ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ടാണ്. അതെന്തായി സാറേ? കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ വില്ലേജ് ഓഫീസ് വരണം. ഇത് വില്ലേജ് ഓഫീസർ വീടാ. ശരി സാർ. ഇനിയിപ്പോ ഇന്നിവിടെ നിന്നിട്ട് കാര്യമില്ല. രാഘവന്റെ ബിൽഡിംഗ് പെർമിറ്റ് എന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായി ഞാൻ പഞ്ചായത്ത് ഓഫീസ് വരെ പോവുകയാണ്. പോട്ടെ സാറേ. അഹങ്കാരി. ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കുമ്പോ കേൾക്കാൻ ആളില്ല. പിന്നെ എങ്ങനെ സോഷ്യലിസം വരും? കഷ്ടം. എന്റെ കാഞ്ഞന സാറേ, മോളുടെ പിറന്നാളായിട്ട് കാഞ്ഞന സാറിന് ലീവ് എടുത്തൂടായിരുന്നു? പിറന്നാളൊക്കെ ഗംഭീരമായിട്ട് ആഘോഷിക്കേണ്ട കാര്യമല്ലേ? ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ പ്രഭേ? മോളുടെ പിറന്നാളാണെന്നും പറഞ്ഞ് ലീവ് എടുത്താൽ മോഹനേഷ സാർ ചീത്ത പറയുന്നുള്ള കാര്യം ഉറപ്പല്ലേ? പ്രഹ്ലാദേട്ടൻ രാവിലെ ചോദിച്ചു, ഈ ലോകത്ത് നിന്റെ വില്ലേജ് ഓഫീസർ മാത്രമാണോ സർക്കാർ ഓഫീസർ ആയിട്ടുള്ളത്? ഒരു ദിവസം ലീവ് എടുത്താൽ ആകാശം ഇടിഞ്ഞു വീഴുവോന്ന്. കാഞ്ഞന സാർ ഇങ്ങനെ മോഹനേഷ സാറിനെ പേടിക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. ആവശ്യ സമയത്ത് എടുക്കാനല്ലേ സർക്കാർ നമുക്ക് ലീവ് വന്നിരിക്കുന്നത്. അതൊക്കെ ശരിയാ, പക്ഷേ എന്റെ ഈ കൊല്ലത്തെ ക്യാഷ്വൽ ലീവ് മുഴുവൻ തീർന്നു. ഇനിയിപ്പോ ലീവ് എടുത്താ അത് ലോസ് ഓഫ് പേ ആവും. അതിന് മോഹനേഷ് സാർ സമ്മതിക്കേയില്ല. അതിന് മോഹനേഷ് സാറിനെ കുറ്റം പറയണ്ട. വർഷത്തിലെ 10ാം മാസം തുടങ്ങുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന ലീവ് മുഴുവൻ എടുത്തു തീർക്കാൻ കാഞ്ഞന സാറിനോട് ആരാ പറഞ്ഞു? കഴിഞ്ഞ മാസം പ്രഹ്ലാദന്റെ തറവാടിന്റെ വീടിനടുത്തുള്ള അമ്പലത്തിന് ഉത്സവമാണെന്ന് പറഞ്ഞ് ഉണ്ടായിരുന്ന മുഴുവൻ ലീവും കാഞ്ഞന സാർ എടുത്തപ്പോൾ മോഹനേഷ് സാർ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് ലീവ് എടുത്താൽ ഒടുവിൽ ഒരു ആവശ്യം വരുമ്പോൾ ലീവ് കിട്ടില്ല എന്ന്. എന്നാ ഇങ്ങനെ ഇരിക്കും. എന്നാലും മോളുടെ പിറന്നാളിന് കാഞ്ഞന സാറിന് ലീവ് എടുത്താൽ എന്താ? അതൊക്കെ പറഞ്ഞ മനസ്സാക്ഷിയുള്ളവർക്കല്ലേ മനസ്സിലാവുള്ളൂ. വക്കീലിന്റെ പിറന്നാളിന് പോലും ലീവ് എടുക്കാത്ത ആളാ മോഹനേഷ സാറ്. സ്വയംപ്രഭേ, ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ലീവ് എന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ അവകാശമല്ല, സർക്കാർ തരുന്ന ഔദാര്യമാണ് എന്ന്. അതല്ല സാർ, ഇന്ന് കാഞ്ഞന സാറിന്റെ മോൾക്ക് 2 വയസ്സ് തികയാണ്. കുട്ടികളുടെ പിറന്നാളൊക്കെ ആഘോഷിക്കേണ്ടതല്ലേ? ഉച്ച കഴിയുമ്പോഴത്തേക്കും പ്രഹ്ലാദേട്ടന്റെ അച്ഛനും അമ്മയും വരും. കേക്ക് മുറിക്കണമെങ്കിൽ 5 മണിക്ക് ആഫീസ് കഴിഞ്ഞ് ഞാൻ ചെല്ലണം. ഇപ്പൊ മനസ്സിലായോ? നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് ഉണ്ടായിരുന്ന ലീവ് എടുത്ത് തീർത്തതിന്റെ ബുദ്ധിമുട്ട്.
ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള 365 ദിവസങ്ങൾക്കുള്ളിൽ എടുത്തു തീർക്കേണ്ട ക്യാഷ് ലീവ് ഒക്ടോബർ 1 മുമ്പ് എടുത്തു തീർത്തത് കാഞ്ചനയുടെ തെറ്റ്. ഒക്ടോബർ 1 തീയതി മകളുടെ പിറന്നാളാണെന്നും അന്ന് ലീവ് എടുക്കേണ്ടി വരുമെന്നും അമ്മയായ കാഞ്ചന ഓർക്കേണ്ടതായിരുന്നു. ഇതാണ് വേണ്ടത്ര ആലോചനയില്ലാതെ ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുമ്പോൾ കുഴപ്പം. അത് മോഹനേഷൻ സാർ പറഞ്ഞതാണ് കാര്യം. എന്റെ പിള്ളേരുടെ പിറന്നാളിന് എടുത്തില്ലെങ്കിലും വിവാഹ വാർഷികത്തിനെടുക്കാൻ ഒരു ലീവ് ഞാൻ മാറ്റിവെക്കും. സർക്കാർ ജോലിയേക്കാൾ വലുതാണല്ലോ കുടുംബസമാധാനം. എന്നാൽ ഇത് കണ്ണിച്ചോരയില്ലാത്ത പരിപാടിയായിരിക്കും. നമ്മളൊക്കെ കൂടെ ജോലി ചെയ്യുന്നവരാണെന്നും മനുഷ്യരാണെന്നും മോഹനേഷ് സാർ ചിന്തിക്കുന്നില്ല. സാറിന്റെ കണ്ണിൽ നമ്മൾ വെറും പോത്തുകളാ. കാഞ്ചനെ, ഈശ്വര, ഇനിയും വഴക്ക് പറയാനാണോ പരിപാടി? നല്ലൊരു ദിവസത്തെ എന്റെ വിധി ഇങ്ങനെ ആയി പോയല്ലോ. സർ, ദൈവത്തെ ഓർത്ത് വഴക്ക് പറയരുത്. ഇന്നത്തെ ദിവസമായിട്ട് രാവിലെ മുതൽ വഴക്ക് കേൾക്കാനാ എന്റെ വിധി. ആരാ വഴക്ക് പറഞ്ഞത്? പ്രഹ്ലാദൻ ചേട്ടൻ. ഉച്ച കഴിഞ്ഞ് ലീവ് എടുത്ത് വരണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടാണെന്ന്. മോളുടെ പിറന്നാൾ ആഘോഷിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ ജോലി എന്ന് ചോദിച്ചു. ആഘോഷിക്കാൻ പറ്റില്ലെന്ന് ആര് പറഞ്ഞു? കാഞ്ചന ഉച്ചയ്ക്ക് പോയിക്കോളൂ. എന്താ വിശ്വാസം വരുന്നില്ലേ? മോളുടെ പിറന്നാൾ ആഘോഷത്തിന് അമ്മയില്ലാതെ എങ്ങനെയാ? വലിയ ഉപകാരം സർ. കാഞ്ചനയുടെ മകൾക്ക് എത്ര വയസ്സായെന്നാ പറഞ്ഞത്? 2 വയസ്സ്. 2 വയസ്സായ കുട്ടിക്ക് പിറന്നാളിന് എന്ത് സമ്മാനം വാങ്ങിക്കൊടുക്കുന്നത് എനിക്ക് അറിയില്ല. ഇത് 500 രൂപയുണ്ട്. എന്റെ വകയായിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കും. വാങ്ങിച്ചോളൂ. സത്യത്തിൽ ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. താങ്ക് യു സർ. ശരി, കാഞ്ചന ചെല്ലു. പ്രഭേ, സാർ എന്നോട് ഉച്ചയ്ക്ക് പൊക്കോളാൻ പറഞ്ഞു. ഉച്ചയ്ക്കോ? പിറന്നാൾ ആഘോഷിക്കാൻ എല്ലാരും വരുമ്പോ ഞാനും ഉണ്ടാവണമെന്ന് സാറ് പറഞ്ഞു. അത് മാത്രല്ല, മോൾക്ക് പിറന്നാൾ സമ്മാനം വാങ്ങാൻ 500 രൂപയും തന്നു. മോഹനേഷ് സാറോ? എനിക്ക് വിശ്വാസം വരുന്നില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല പ്രഭേ സാറ്. സാറൊരു പാവാ. ഇതാ പ്രൊഫസറെ ഞാൻ പറയുന്നത്. ആളുകൾ പെരുമാറുന്നത് മാത്രം കണ്ട് അവരുടെ സ്വഭാവം അളക്കരുത്. ഹലോ. സാറേ, ഞാനാണ് ഉത്തമൻ. എന്താ ഉത്തമ? സാറ് സംഭവം അറിഞ്ഞാ? നമ്മുടെ വക്കീലെടുത്ത ലോട്ടറി അടിച്ച്. ഞാനിപ്പോ ടിക്കറ്റ് വിറ്റ് നാരായണൻകുട്ടിയെ കണ്ട്. അവനാണ് പറഞ്ഞത് വക്കീലെടുത്ത ടിക്കറ്റിന് 10,000 രൂപ സമ്മാനം ഉണ്ടെന്ന്. സാർ രാവിലെ വഴക്കുണ്ടാക്കിയതൊക്കെ വെറുതെ ആയില്ലേ സാറേ? വെറും 50 രൂപ മുടക്കി വക്കീല് രൂപ 10,000 ഒപ്പിച്ചു. ചെലവുണ്ട് കേട്ടോ സാറേ. അല്ല, വെറുതെ കിട്ടുന്ന കാശല്ലേ? കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം. ഉത്തമൻ എന്ത് ചെലവാ വേണ്ടത്? അല്ല, അങ്ങനെയൊക്കെ ചോദിച്ചാ ഇപ്പൊ 10 പൈസ ചെലവേയില്ല, മനസ്സിലായോ? ഹലോ, അതെനിക്കറിയാലോ. നായ നടുക്കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കൂ എന്നാണല്ലോ പ്രമാണം. വിദ്യ, ഞാനാ. നീ ഒരു സംഭവം അറിഞ്ഞോ? എനിക്ക് ലോട്ടറി അടിച്ചു. സത്യമായിട്ടും. ഒരുപാടൊന്നുമില്ല, 10,000 രൂപ. ഒന്നും പറയണ്ട. അത് വിൽക്കാൻ വന്ന മനുഷ്യന്റെ ഗതികേട് കണ്ടെടുത്ത ലോട്ടറിയാ. ആ ലോട്ടറിയുടെ പേരില് മോഹനേട്ടൻ എന്നെ വിളിച്ച് ചീത്തയ്ക്ക് കണക്കില്ല.
എന്തായാലും ആ ലോട്ടറി അടിച്ച സ്ഥിതിക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു ചെലവ് ചെയ്യും. നാളെ ഉച്ചയ്ക്ക് നമുക്ക് പുറത്തുനിന്ന് ഊണ് കഴിക്കാം. നീയും ഞാനും പിന്നെ സത്യപാലനും. വിശ്വനാഥ് സാറിനെ കൂടെ നമുക്ക് വിളിച്ചു നോക്കാം. ഹോട്ടൽ പാരഡൈസിൽ ഉച്ചയ്ക്ക് നല്ല ഗംഭീര ബുഫേ ഉണ്ട്. അതിനായിക്കളയാം. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. കയ്യിൽ കുറച്ച് കാശ് വരുമ്പോ അത് കൂട്ടുകാരെയും കൂട്ടി തിന്നു മുടിക്കാനാണോ നിന്റെ പരിപാടി? അങ്ങനെ ദൂരത്തേക്ക് അവിടെ പൈസ ഒന്നുമില്ല. ലോട്ടറി അടിച്ചതല്ലേ, ചുമ്മാ കിട്ടുന്ന കാശല്ലേ മോഹനേട്ടാ, അത് സന്തോഷമായിട്ട് ചെലവാക്കാം. നാളെ ഉച്ചയ്ക്ക് മോഹനേട്ടൻ പോരെ. എന്തായാലും ഈ ജന്മത്ത് സ്വന്തം കാശ് മുടക്കി മോഹനേട്ടൻ ഹോട്ടൽ പാരഡൈസിൽ പോവില്ലല്ലോ. അപ്പൊ പിന്നെ ഇങ്ങനെ ആവട്ടെ. ലോട്ടറി അടിച്ചതായാലും പൈസയാണ്, അത് ദൂരത്തേക്കാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യണമെന്നാണ് മോഹനേശ്വർ സാർ ഉദ്ദേശിക്കുന്നത്? ആ പൈസ സഹകരണ ബാങ്കിൽ കൊണ്ടുവിടണം. അയ്യോ, അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ രാജ്യത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് സോഷ്യലിസം. ഒരിടത്ത് തന്നെ സമ്പത്ത് കുമിഞ്ഞുകൂടിയാൽ സോഷ്യലിസം പൊടിയില്ലേ? അതുകൊണ്ട് ഈ പൈസ ഒരിക്കലും മോഹനേട്ടന്റെ സഹകരണ ബാങ്കിൽ അക്കൗണ്ടിലിട്ട് സമ്പത്ത് കുമിഞ്ഞുകൂടാൻ ഇടയുണ്ടാവരുത്. പകരം നമ്മൾ എല്ലാരും കൂടി ഹോട്ടൽ പാരഡൈസിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ ആ പണം ഹോട്ടലുകാർക്ക് കിട്ടുന്നു. ഹോട്ടലുകാർ അവരുടെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുമ്പോൾ പണം ഉള്ളവന്റെ കയ്യിൽ നിന്നും ഇല്ലാത്തവന്റെ കയ്യിലേക്ക് എത്തുന്നു. അങ്ങനെ സോഷ്യലിസത്തിലേക്കുള്ള യാത്ര നമ്മൾ തുടങ്ങുന്നു. എനിക്ക് ലോട്ടറി അടിച്ചു കിട്ടിയ കാശ് ബാങ്കിലിടാന്ന് മോഹനേട്ടൻ കരുതണ്ട. അത് നടക്കില്ല. ഇപ്പൊ നിനക്കൊരു തോന്നലുണ്ടാവും, വെറുതെ കിട്ടിയ പണമല്ലേ, അതുകൊണ്ട് അങ്ങ് ആഘോഷിച്ച് കളയാമെന്ന്. നീ നിന്റെ സുഹൃത്തുക്കൾക്ക് ഭക്ഷണമായി കൊടുക്കുമ്പോ അത് അവർക്ക് സന്തോഷമാവും. പക്ഷേ പിന്നീട് ഒരിക്കൽ നിനക്കൊരു 10,000 രൂപയുടെ അത്യാവശ്യം വരുമ്പോഴോ, അപ്പോ നിന്റെ കയ്യിൽ പണമില്ലെങ്കിൽ നിനക്ക് തോന്നും, ഈശ്വര അന്നാ 10,000 രൂപ കളയണ്ടായിരുന്നു എന്ന്. ഇപ്പോ നിന്റെ ചെലവിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന വിദ്യാലക്ഷ്മിയോ സത്യപാലനോ അപ്പോ നിന്നെ സഹായിക്കുകയില്ല. മോഹനേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ലോട്ടറി അടിച്ച് കിട്ടിയ കാശ് ഞാൻ മോഹനേട്ടൻ തരില്ല. ആ ലോട്ടറി എടുത്തതിന്റെ പേരിൽ മോഹനേട്ടൻ ഇന്ന് രാവിലെ എന്തൊക്കെ പറഞ്ഞു. ജോലി ചെയ്യാതെ പണമുണ്ടാക്കാൻ ശ്രമിക്കുന്ന കുറുക്കു വഴിക്കാരാണ് ലോട്ടറി എടുക്കുന്നത് എന്നോട് പറഞ്ഞില്ലേ? ഞാൻ ജോലി ചെയ്യാതെ കുറുക്കു വഴിയിലൂടെ ലോട്ടറി എടുത്ത് സമ്പാദിച്ച 10,000 രൂപ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്നത് കുറുക്കു വഴിയല്ലേ? എന്തായാലും ഈ പണം ഞാനോ മോഹനേട്ടനോ സമ്പാദിച്ചതല്ല. അതുകൊണ്ട് അത് ചെലവാക്കുന്ന കാര്യത്തിൽ കുറച്ച് ദൂരത്തൊക്കെ ആവാം. പണം ആർക്കെങ്കിലും പ്രയോജനമില്ലാതെ ചെലവാക്കരുത്, അത് തെറ്റാണ്. പ്രയോജനമില്ലെന്ന് ആര് പറഞ്ഞു? പാരഡൈസ് ഹോട്ടലിലെ ഊണ് കഴിക്കുമ്പോൾ വിശപ്പ് മാറും, അത് ഒരു പ്രയോജനം. ഞാൻ ഊണ് വാങ്ങിക്കൊടുത്തതിന്റെ സന്തോഷം വിദ്യാലക്ഷ്മിക്കും സത്യപാലനും ഉണ്ടാവും, അത് മറ്റൊരു പ്രയോജനമല്ലേ? ഉച്ച ഊണ് ഇവിടെ നിന്ന് കഴിച്ചാലും വയറ് നിറയുമല്ലോ. വിദ്യാലക്ഷ്മിക്കും സത്യപാലനും സ്വന്തമായി ഊണ് കഴിക്കാനുള്ള വരുമാനം ഉണ്ട്, പിന്നെന്താ പ്രശ്നം? ശരി, ആർക്കെങ്കിലും പ്രയോജനമുള്ള കാര്യത്തിനെ കാശ് ചെലവാക്കൂ എന്ന ശാസ്ത്രം ഞാൻ സമ്മതിച്ചു. ലോട്ടറി അടിച്ച് കിട്ടിയ 10,000 രൂപ മോഹനേട്ടന്റെ അക്കൗണ്ടിൽ സഹകരണ ബാങ്കിൽ കൊണ്ടുപോയി ഇട്ടാൽ എന്ത് പ്രയോജനം കിട്ടും? ബാങ്കുകളുടെ പലിശ കിട്ടും. ആ പലിശ കൊണ്ട് അപ്പോ നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ പണം വേണമല്ലോ, ആവശ്യം വരുമ്പോ ചെലവാക്കും. ആരുടെ ആവശ്യങ്ങൾ വരുമ്പോ? എന്റെ ഇപ്പോഴത്തെ ആവശ്യം സത്യപാലിന്റെ വിദ്യാലക്ഷ്മിയുടെയും കൂടെ പാരഡൈസ് ഹോട്ടലിൽ ഊണ് കഴിക്കാൻ പോവുക എന്നതാണ്. ആ ആവശ്യമാണ് ഞാൻ ലോട്ടറി അടിച്ച കാശ് കൊണ്ട് നടത്താൻ പോകുന്നത്. പക്ഷേ ഭാമ, അത് ആവശ്യമല്ല, അനാവശ്യമാണ്. മോഹനേട്ടന് അത് അനാവശ്യമായിരിക്കും, പക്ഷെ എനിക്ക് അത് അത്യാവശ്യമാണ്. ഭാമേ, നീ പറയുന്നത് കേട്ടാൽ ആ പൈസ വാങ്ങി കള്ളു കുടിക്കാനാണ് ഞാൻ ചോദിച്ചതെന്ന് തോന്നുമല്ലോ. ഞാൻ പൈസ വാങ്ങുന്നത് നിനക്കും എനിക്കും വേണ്ടി സൂക്ഷിക്കാനാണ്. ലോട്ടറി അടിച്ച കാശ് കൊണ്ട് ആരും രക്ഷപ്പെട്ടിട്ടില്ലാന്ന് മോഹനേട്ടനല്ലേ പറഞ്ഞത്? എനിക്ക് ലോട്ടറി അടിച്ച് കിട്ടിയ പൈസ ഞാൻ മോഹനേട്ടന് തന്നിട്ടുണ്ടെങ്കിൽ മോഹനേട്ടന്റെ ഭാവി പോയാലോ? അതുകൊണ്ട് ആ പൈസ എത്രയും പെട്ടെന്ന് ചെലവാക്കി തീർക്കുന്ന നല്ലത്. ഞാൻ നിനക്ക് കുറച്ച് സ്വാതന്ത്ര്യം തന്നെന്ന് കരുതി അത് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല. ഈ വീട്ടിൽ പണം ചെലവാക്കേണ്ട എങ്ങനെയെന്ന് ഞാൻ തീരുമാനിക്കും. മോഹനേട്ടന്റെ ഇഷ്ടത്തിനാണോ ഞാൻ ലോട്ടറി എടുത്തത്? അപ്പൊ ലോട്ടറി അടിച്ച പണം മോഹനേട്ടന്റെ ഇഷ്ടത്തെ ചെലവാക്കുന്ന എങ്ങനെയാ? രാവിലെ സാർ ഉത്തമനോട് എന്തൊക്കെയാ പറഞ്ഞത്? ലോട്ടറി എന്നാൽ ചൂതാണ്, ചൂത് കളിക്കുന്നവൻ നശിച്ചിട്ടേ ഉള്ളൂ. യുധിഷ്ഠിരൻ ചൂത് കളിച്ച് രാജ്യവും സമ്പത്തും ഭാര്യയും വരെ കളഞ്ഞു. നളൻ ചൂത് കളിച്ച് ദമയന്തി കളഞ്ഞു.
അങ്ങനെ എന്തൊക്കെയായിരുന്നു? ഒരു തർക്കം ജയിക്കാനായി എന്ത് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ പറഞ്ഞു തീർത്ത് 8 മണിക്കൂറിനുള്ളിൽ പറഞ്ഞതൊക്കെ മാറ്റി പറയണമെങ്കിലേ എന്റെ പൊന്നെ അസാമാന്യ തൊലിക്കെട്ട് തന്നെ വേണം. പറഞ്ഞത് മാറ്റി പറയേണ്ടി വന്നാൽ മാറ്റി പറഞ്ഞില്ലേ പറ്റൂ. ചിലപ്പോൾ മാറ്റി പറഞ്ഞു വരും. പക്ഷേ സത്യഭാമ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റി പറയില്ല. എനിക്ക് കിട്ടിയ 10,000 രൂപ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെലവാക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞതാണ്. അതാരാണെന്ന് നോക്കൂ. എനിക്ക് സൗകര്യമില്ല. വേണ്ട, ഞാൻ പോയി നോക്കിക്കോളാം. ആഹാ, കെങ്ങാതിര ഇരിക്കു സാർ. മോഹനേഷയില്ലേ? ഉണ്ട്, ഞാൻ വിളിക്കാം. മോഹനേട്ടാ, എന്റെ വീട്ടിൽ ഒരു ചെറിയ ആഘോഷമുണ്ടെന്ന് രാത്രിയിൽ. ആഘോഷമെന്ന് പറയാമോന്നറിയില്ല. ഞാനും അവിടെയുള്ള കുട്ടികളും പിന്നെ വേണ്ടപ്പെട്ട 10-15 പേരും ചേർന്ന് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. എനിക്ക് വേണ്ടപ്പെട്ടവരെന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് നിങ്ങളെയല്ലേ? എന്താ സാർ കാര്യം? ഒന്നുമില്ല. ഞാൻ വീട്ടിലെ അനാഥമന്ദിരം തുടങ്ങിയിട്ട് ഇന്ന് 2 വർഷം തികയാണ്. നിങ്ങളെപ്പോലുള്ളവരുടെ സഹായം കൊണ്ടാ ഈ 2 വർഷം കടന്നുപോയത്. അതിൻ്റെ ഒരു സന്തോഷം. അത് വലിയൊരു കാര്യമല്ലേ സാർ? സാറിനെ പോലൊരാൾ ഒറ്റയ്ക്ക് നടത്തുന്ന ഒരു സ്ഥാപനം 2 വർഷം നന്നായി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമാണോ? ഞാനിപ്പോ വരാമേ. ചായ എടുക്കാൻ പോയതാവും. അതിനൊന്നും നേരമില്ല. ഇന്ന് രാവിലെയാ കുട്ടികൾ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞത്. അപ്പോ ആദ്യം ഓർമ്മ വന്നത് നിങ്ങളെയാ. പക്ഷേ 2 പേരെ ഒരുമിച്ച് കാണണമെങ്കിൽ വൈകിട്ടാവുമല്ലോ. അതുകൊണ്ടാ വൈകിയത്. അതിന് മോഹനകൃഷ്ണന് ഇഷ്ടക്കേട് തോന്നരുത്. അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്? സാറൊന്ന് ഫോൺ വിളിച്ച പോരായിരുന്നു, ഞങ്ങൾ വരില്ലേ? അറിയാം, പക്ഷേ അതല്ലല്ലോ മര്യാദ. അപ്പോ നിങ്ങൾ 2 പേരും കൂടി 8 മണിക്ക് വരണം. ഇന്നത്തെ അത്താഴം നമ്മൾ ഒരുമിച്ച്. ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതിനുള്ള നിവൃത്തിയില്ല. സർ, ഇതെന്താ ലോട്ടറിയോ? 2 വർഷം തികയ്ക്കുന്ന സാറിന്റെ സ്ഥാപനത്തിനും അവിടുത്തെ കുട്ടികൾക്കും ഞങ്ങളുടെ വകയൊരു സമ്മാനം. സാർ സംശയിക്കണ്ട, ഇത് വെറും ലോട്ടറി അല്ല, അടിച്ച ലോട്ടറിയാ. ഇതിന് 10,000 രൂപ സമ്മാനമുണ്ട്. ഈ പൈസ ഏറ്റവും പ്രയോജനമുള്ള രീതിയിൽ എങ്ങനെ ചെലവാക്കൂ എന്നതിനെ പറ്റി ഞങ്ങൾ തമ്മിലൊരു ചെറിയ തർക്കത്തിലായിരുന്നു. തർക്കമല്ല, ചർച്ച. അതെ, ചർച്ച. അപ്പോ ഈശ്വരനായിട്ടാണ് സാറിന് ഇങ്ങോട്ടേക്ക് അയച്ചത്. ഇത് വഹിക്കണം സാർ. ഓരോ പ്രാവശ്യവും ഞാനിവിടെ തിരിച്ചു പോകുന്നത് കൂടുതൽ കൂടുതൽ കടക്കാരനായിട്ടാ. ഇതൊക്കെ ഞാൻ എന്ന് വീട്ടിൽ തീർക്കും. ഇത് സാറിനും കുട്ടികൾക്കുള്ള ഞങ്ങളുടെ സമ്മാനമാണ്. അതെങ്ങനെ കടാവും? അപ്പോ രാത്രി കാണാം. ശരി. സാറിന്റെ മുഖത്തെ സന്തോഷം കണ്ടോ? 10 കോടി രൂപയുടെ ലോട്ടറി അടിച്ചാലും ഇങ്ങനൊരു സന്തോഷം ഉണ്ടാവോ ജീവിതത്തില്? കാഞ്ചനയുടെ മോളുടെ പിറന്നാളായിരുന്നു. ആ കുട്ടിക്കും 2 വയസ്സ്. അവൾക്ക് സമ്മാനം വാങ്ങാൻ ഞാൻ 500 രൂപ കൊടുത്തു. ഓ, അപ്പോ ഞാൻ കാല് വയ്യാത്ത ഒരാളെ സഹായിക്കാൻ 50 രൂപ കൊടുത്ത് ലോട്ടറി എടുത്തത് തെറ്റ്. കാഞ്ചനയുടെ മോക്ക് 500 രൂപയുടെ സമ്മാനം മോഹനേട്ടന് കൊടുക്കാം. കൊള്ളാലോ. നീ ഗംഗാധര സാറിന് 10,000 രൂപ കൊടുത്തില്ല? അതോ ആ സ്ഥാപനം 2 വർഷം നടത്തില്ലേ മോഹനേട്ടാ? അത് ചെറിയ കാര്യമാണോ? കാഞ്ചനയുടെ മോൾക്കും 2 വയസ്സായി. അതും ചെറിയ കാര്യമാണോ? 2 വർഷം എന്നത് തീർച്ചയായും ഒരു ചെറിയ കാര്യമല്ല. എപ്പോഴും വഴക്കുണ്ടാക്കുകയും വഴക്കുണ്ടാക്കിയാൽ ഉടൻ കൂട്ടുകൂടുകയും ചെയ്യുന്ന ഈ വില്ലേജ് ഓഫീസറും വക്കീലും നിങ്ങളുടെ സ്വീകരണ മുറിയിലെ സജീവ സാന്നിധ്യമായിട്ട് ഇന്ന് 2 വർഷം തികയുന്നു. കഴിഞ്ഞ 2 വർഷങ്ങളിൽ നിങ്ങൾ തന്ന സ്നേഹത്തിനും സ്വീകരണത്തിനും നന്ദി പറഞ്ഞ് കാര്യം നിസാരം 3-ാം വർഷത്തിലേക്ക്.